ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ 2 ടൈപ്പിലുള്ള പൗച്ചാണ് ചെയ്യുന്നത്. ഇത് ഒരു ചെറിയ സൈസാണ്. ഇത് നമുക്ക് മിനി സൈസ്ഡ് സ്കെച്ച് പെന്നൊക്കെ ഇടാൻ പാകത്തിനുള്ളതാണ്. പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ ഉപയോഗമുള്ളതാണിത്. ഇത് അല്പം കൂടി വലിയ സൈസാണ്. ഇത് നമുക്ക് പെൻ ആൻഡ് പെൻസിലൊക്കെ ഇടാൻ ഉപയോഗിക്കാം. ഇനി ഇതിൻ്റെ അളവ് നോക്കാം. 10.5 ഇഞ്ചാണ് ഇതിൻ്റെ വീതി. നീളം 8.5 ഇഞ്ചാണ്. ഇപ്പോൾ വെഡ്ത്ത് 10.5 ആണ്. ലെങ്ത് 8.5. ഇപ്പോൾ ഇതിന് ഞാൻ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ ഭാഗത്ത് ഫോമിന് പകരം ഞാൻ കവറിൻ്റെയാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഫോം ഷീറ്റോ ക്യാൻവാസോ വെക്കാവുന്നതാണ്. എന്നിട്ട് 3 കൂടി ചേർത്ത് അങ്ങിങ്ങായിട്ട് ലൈനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾക്ക് വീതി 10.5 നമ്മൾ സിബ് വയ്ക്കുന്നത്. സിബിൻ്റെ നല്ല വശവും ക്ലോത്തിൻ്റെ നല്ല വശവും കൂടി ചേർത്ത് നമ്മൾക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടെയും കൂടി നമ്മൾക്ക് ആ സിബിൻ്റെ അരികുവശം അങ്ങനെ വെച്ചിട്ടൊന്ന് ടോപ്പ് സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അടുത്ത വശവുമായിട്ട് സിബിൻ്റെ അടുത്ത വശമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ആ സിബ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾക്ക് അവിടെയും കൂടി ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം. ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ട് റണ്ണറും ഇട്ട് കഴിഞ്ഞു. ഇനി അതിനെ രണ്ടായിട്ടൊന്ന് മടക്കി വെച്ചതിന് ശേഷം കറക്റ്റ് ലെവലിലൊന്ന് മടക്കി വെച്ചതിന് ശേഷം നമുക്ക് ആ സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇത് ലൈറ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ശേഷം നമ്മൾ ആ സിബിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് കറക്റ്റായിട്ട് വെക്കണം. നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗത്ത് സിബിൻ്റെ സെൻറ്റർ ഭാഗം വരണം. അപ്പം അങ്ങനെയൊന്ന് വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം അത് മാറിപ്പോകാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ 2 സൈഡ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്കവിടെ ഒന്ന് പൈപ്പിങ്ങും കൂടി കൊടുക്കണം. അപ്പോൾ പൈപ്പിങ് കൊടുത്തതിന് റൈറ്റ് സൈഡിലായിട്ട് 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യണം. 4 കോർണറിലും 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്യണം. അപ്പോൾ 4 ഭാഗവും ഞാൻ 4 കോർണറും 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ആ കട്ട് ചെയ്ത ഭാഗം നമ്മൾക്ക് ഇതേ ഒരേ ലെവലിൽ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. 4 ഭാഗവും ഇപ്പോൾ ജോയിൻ ചെയ്ത് പൈപ്പിങ്ങും കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾക്കതിനെ നല്ല വശത്തേക്കാക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി പെൻസിൽ പൗച്ച് നമുക്ക് റെഡിയായി കഴിഞ്ഞു. നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഇത് വീതിയിലാണ് കൂടുതൽ തുണി എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല ഷേപ്പിന് തന്നെയുണ്ട്. ഇത് ചെറിയ അളവിൽ ബാലൻസ് കുറച്ച് തുണിയും കൂടി ഉണ്ടായിരുന്നു. അപ്പം ഒരു ചെറിയ അളവിലും കൂടി വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതി ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ അളവ് നോക്കാം. നമുക്ക് 8 ഇഞ്ചാണ് വീതി. നീളം 8 ഇഞ്ച് വീതി, 9 ഇഞ്ച് നീളവുമാണ്. ഇതും അതേപോലെ തന്നെ ഞാൻ ഈ കവറിൻ്റെയാണ് മിഡിൽ ഭാഗത്ത് വെച്ചിരിക്കുന്നത്. ആ സെൻറ്റർ ഭാഗത്ത് ഫോം ഷീറ്റോ ഒന്നും വെച്ചിട്ടില്ല. ശേഷം ലൈനിങ്ങും കൂടി കൊടുത്തു. 3 കൂടി ചേർത്ത് അങ്ങിങ്ങായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇതിനെ നമ്മൾ രണ്ടായിട്ടൊന്ന് മടക്കിയതിന് ശേഷം ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് നമ്മൾക്ക് ആ 4 ഭാഗവും കോർണർ ഭാഗവും ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 1 ഇഞ്ച് ആ 4 കോർണറിലും ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾക്ക് കട്ട് ചെയ്ത് മാറ്റണം.
ഇപ്പോൾ 1 ഇഞ്ച് 4 കോർണറിലും മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾക്കതിനെ ബാക്ക് സൈഡിലോട്ട് ഇനി നമ്മൾക്കതിനെ സിബ് വയ്ക്കണം. നമ്മൾക്ക് ഇപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ സിബ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പ് സ്റ്റിച്ചും കൂടി ചെയ്തതിന് ശേഷം നമുക്ക് സിബിൻ്റെ അടുത്ത വശവുമായിട്ട് നമ്മൾക്ക് ജോയിൻ ചെയ്യണം. ഇപ്പോൾ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് അവിടെയും കൂടി ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം. കൊടുത്തിട്ട് 2 സൈഡും ഒന്ന് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് 2 സൈഡും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ 2 സൈഡും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പൈപ്പിങ്ങും കൂടെ വെക്കാം. ഇപ്പോൾ പൈപ്പിങ്ങും കൊടുത്തു കഴിഞ്ഞു. ഇനി ആ കോർണർ ഭാഗം നമ്മൾക്കൊന്ന് ജോയിൻ ചെയ്തിട്ട് അവിടെയും കൂടി നമുക്ക് പൈപ്പിംഗ് കൊടുക്കണം. അപ്പോൾ നല്ല നീറ്റായിട്ടിരിക്കും. നാല് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് പൈപ്പിംഗ് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് ഇത് വെഡ്ത്ത് 8 ഇഞ്ച്, ലെങ്ത് 9 ഇഞ്ചാണ് ഈ സ്മാൾ സൈസിൻ്റെ. ഇനി നമുക്ക് നല്ല റൈറ്റ് സൈഡിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ നല്ല ഒരു കുഞ്ഞു കുട്ടി പൗച്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 2 ഉപയോഗമുള്ളത് തന്നെയാണ്. പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു പൗച്ചാണിത്. നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യണം. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. Okay, thank you.